അധ്യാത്മരാമായണം ലളിതാർത്ഥ ചിന്ത ഭാഗം 32. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. നെറ്റിയിൽ സ്വർണ്ണ നിറമുള്ള അരയാലിലയുടെ ആകൃതിയിൽ അണിഞ്ഞിട്ടുള്ള ചന്ദനത്തിൽ പറ്റി നിൽക്കുന്ന പുറനിരകൾ, മഷി എഴുതിയ അതിമനോഹരമായ കമല നേത്രങ്ങൾ, കടക്കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങൾ, കാതിലണിഞ്ഞിരിക്കുന്ന രത്നനിർമ്മിതമായ ആഭരണങ്ങൾ പ്രതിഫലിക്കുന്നു. സ്വർണ്ണ കണ്ണാടിക്കും തുല്യമായ കവിൾത്തടങ്ങൾ, പുലിനഖങ്ങൾ, പവിഴങ്ങൾ, സ്വർണ്ണമണികൾ എന്നിവ ഇടയ്ക്കിടയ്ക്ക് കോർത്ത് അണിഞ്ഞിട്ടുള്ള കണ്ഠനാളം, മുത്തുമാലകൾ, വനമാലകൾ, തുളസിമാലകൾ, ശോഭയുള്ള ശ്രീവത്സം എന്നിവയാൽ മനോഹരമായ വിശാലമായ മാറിടം, തോൾവള, വള, കൈവള, മോതിരം എന്നിവ കൊണ്ട് ശോഭിക്കുന്ന കൈകൾ, സ്വർണത്തിന് തുല്യം ശോഭയുള്ള മഞ്ഞപ്പട്ടിന്റെ മീതെ അണിഞ്ഞിരിക്കുന്ന അരഞ്ഞാൺ, പാദസരം എന്നിവ ധരിച്ച സഹോദരന്മാരോടും കൂടിയ രാമൻ ഭൂമിദേവിക്ക് മറ്റൊരലങ്കാരമായി മാറി. ഭർത്താവ് അയോധ്യയിലുണ്ടെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി ദേവി അയോധ്യയിൽ നൃത്തം ചെയ്തു. അന്നു മുതൽ ഭൂമിയിൽ മുഴുവൻ ഐശ്വര്യം വർദ്ധിച്ചു. ലോകരെല്ലാം വളരെയധികം സന്തുഷ്ടരായി. ഭാരതേശാന്തേ സ്വർണാശ്വസ്ത പർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും, അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും, കടാക്ഷാവലോകനങ്ങളും, കർണാലങ്കാരമണികുണ്ഡലം മിന്നിടുന്ന സ്വർണദർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും, ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാത്ത സ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു ഖണ്ഡോദ്യോതവും, മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസി മാല്യങ്ങളും, നിസ്തുല പ്രഭവത്സലാഞ്ജന വിലാസവും, അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും, അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും, കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ, നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ കൊണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കുനാഥൻ. ഭർത്താവിന്നധിവാസമുണ്ടായോരയോധ്യയിൽ പുൽത്താർമാനിതാനും കളിച്ചു വിളങ്ങിനാൾ. ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം പുതിയും വർദ്ധിച്ചിതു, ലോകവും ആനന്ദിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ.